ഒന്നാംഘട്ട വെടിനിർത്തൽ കരാർ കാലാവധി അവസാനിച്ചതോടെ ഗാസയ്ക്കുമേൽ ഇസ്രയേൽ ഏർപ്പെടുത്തിയ ഉപരോധം 12 ദിവസം പിന്നിടുകയാണ്. ഈ സാഹചര്യത്തിൽ ഭക്ഷ്യവസ്തുക്കളില്ലാതെ ശൂന്യമായി കിടക്കുകയാണ് ഗാസയിലെ കടകമ്പോളങ്ങളെല്ലാം. നിലവിൽ ഗാസ മുനമ്പിൽ കഴിയുന്ന ലക്ഷക്കണക്കിന് പാലസ്തീനികൾ കുടിവെള്ളമോ ഭക്ഷണമോ ഇല്ലാതെ നരകിക്കുകയാണ് ശരിക്കും. ഇന്ധനം, വൈദ്യുതി, മരുന്നുകൾ എന്നിവ കൂടി സയനിസ്റ്റ് രാജ്യം തടഞ്ഞതോടെ കടുത്ത പട്ടിണിയിലാണ് ഗാസയിലെ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെയുള്ള ജനങ്ങളെല്ലാം. അതേസമയം തന്നെ വെടിനിർത്തൽ കരാർ 60 ദിവസം കൂടി നീട്ടുന്നതിനും ഹമാസിന്റെ പിടിയിലുള്ള 10 ഇസ്രയേലി ബന്ദികളെ വിട്ടുകിട്ടുന്നതിനുമായി യുഎസിന്റെ നേതൃത്വത്തിൽ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ചർച്ചകൾ കാര്യമായി തന്നെ പുരോഗമിക്കുന്നുണ്ട്. വെടിനിർത്തൽ കരാർ നീട്ടുന്നത് എത്രയും വേഗം നടപ്പാക്കുന്നതിനും ഗാസയിലേക്ക് കുടിവെള്ളവും ഭക്ഷ്യവസ്തുക്കളും അടക്കമുള്ളവ എത്തുന്നതിനും കാത്തിരിക്കുകയാണ് ഇവിടെയുള്ള ജനനിവാസികളെല്ലാം തന്നെ. ഗാസ ഉപരോധം ഉടൻ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇസ്രയേലിൽ ബന്ദികളുടെ ബന്ധുക്കളും നിലവിൽ സമരത്തിലാണ് ഉള്ളത്. ഉപരോധം തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവനും അപകടത്തിലാക്കുമെന്ന് അവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിനിടെ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ സേന ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഗാസയിൽ ഇസ്രയേൽ നടത്തിയ അതിക്രൂരതയുടെ കാണാപ്പുറങ്ങൾ വെളിപ്പെടുത്തുന്ന UN റിപ്പോർട്ടുകളും പുറത്തുവരികയുണ്ടായി. കൃത്യമായ വംശീയ ഉന്മൂലനം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇസ്രയേൽ ഗാസയിൽ നടപ്പിലാക്കിയതെന്ന് വ്യക്തമായി വിളിച്ചു പറയുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പാലസ്തീനിലെ ലൈംഗിക ലിംഗാധിഷ്ഠിത ആക്രമണങ്ങളെക്കുറിച്ച് UNന്റെ സ്വതന്ത്ര അന്താരാഷ്ട്ര അന്വേഷണ കമ്മീഷൻ തയ്യാറാക്കിയ UN മനുഷ്യാവകാശ കൗൺസിലിന് മുന്നിൽ സമർപ്പിച്ച 49 പേജുള്ള റിപ്പോർട്ടിലാണ് ഇസ്രയേൽ ഗാസയിൽ നടത്തിയ ക്രൂരതകളെല്ലാം വെളിപ്പെടുത്തുന്നത്. അതിക്രൂര യുദ്ധതന്ത്രങ്ങളായിരുന്നു ഇസ്രയേൽ സേന ഗാസയിൽ നടപ്പിലാക്കിയതെന്നാണ് റിപ്പോർട്ടുകളിൽ ശക്തമായി പറയുന്നത്. അതിൽ IVF ക്ലിനിക്കുകൾ പോലുള്ള സൗകര്യങ്ങൾ തിരഞ്ഞു പിടിച്ച് തകർത്തതും ഉൾപ്പെടുന്നുണ്ട്. പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട ചികിത്സാ സൗകര്യങ്ങൾ തകർത്തത് വഴി കൃത്യമായ വംശഹത്യ നടപ്പാക്കുകയായിരുന്നുവെന്നും UN അവരുടെ അന്വേഷണ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുകയുണ്ടായി. ഗർഭിണികൾക്കുള്ള മരുന്നുകളും പ്രസവരക്ഷാ സൗകര്യങ്ങളും ഗാസയിലേക്ക് എത്തുന്നത് ബോധപൂർവം തടഞ്ഞും പ്രസവ ആശുപത്രികൾ തകർത്തും വംശഹത്യ നടപ്പാക്കുകയായിരുന്നുവെന്നും ജനീവ കേന്ദ്രമായ സ്വതന്ത്ര അന്താരാഷ്ട്ര അന്വേഷണ കമ്മീഷൻ തയ്യാറാക്കിയ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഗാസയിലെ പ്രധാന ഇൻവിട്രോ ഫെർട്ടിലിറ്റി കേന്ദ്രമായിരുന്ന അൽബസ്മ IVF കേന്ദ്രം ഉൾപ്പെടെ പ്രസവ ആശുപത്രികൾ തിരഞ്ഞു പിടിച്ച് തകർക്കുകയായിരുന്നു ചെയ്തിരുന്നത്. 4000 ഭ്രൂണങ്ങളാണ് ഒരു ക്ലിനിക്കിൽ തന്നെ പ്രധാനമായിട്ടും നശിക്കപ്പെട്ടതും. അൽബസ്മ IVF കേന്ദ്രം ഹമാസ് സൈനിക കേന്ദ്രമായി ഉപയോഗിച്ചതിന് ഒരു തെളിവുമില്ലെന്ന് UN അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. പാലസ്തീനി കുഞ്ഞുങ്ങളുടെ ജനനം തന്നെ ഇല്ലാതാക്കുകയായിരുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യം. ഇത് വംശീയ ഉന്മൂലനത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്ന കാര്യവുമാണ്. പാലസ്തീനികളുടെ പ്രത്യുൽപാദനക്ഷമത ഇസ്രയേൽ ഇല്ലാതാക്കിയതായിട്ടും റിപ്പോർട്ടുകൾ ശക്തമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ലോകത്തിൽ ശരിക്കും കേട്ടുകേൾവി പോലുമില്ലാത്ത അതിക്രൂരതകളാണ് കഴിഞ്ഞ 1.5 വർഷക്കാലം ഗാസയിൽ ഇസ്രയേൽ നടത്തിയത്. ഹമാസിനെ തുരത്താനോ അമേരിക്ക ഉൾപ്പെടുന്ന ലോകരാജ്യങ്ങൾ ഭീകരതെന്ന് പേരിട്ട് വിളിക്കുന്നതിനെ തുടച്ചു നീക്കലോ ഒന്നുമല്ല സയനിസ്റ്റ് രാജ്യത്തിന്റെ പ്രധാന ലക്ഷ്യം. മാത്രമല്ല, മറിച്ച് കൃത്യമായ വംശീയ ഉന്മൂലനം തന്നെയാണ് ഇവരുടെ ലക്ഷ്യമെന്ന് വ്യക്തമാക്കുന്ന നടപടികളാണ് ഗാസയിൽ ഇസ്രയേൽ നടപ്പിലാക്കിയതെന്ന് വെളിപ്പെടുത്തുന്ന റിപ്പോർട്ടാണ് UNന്റേത്. അതിക്രൂര യുദ്ധതന്ത്രങ്ങളായിരുന്നു ഇസ്രയേൽ സേന ഗാസയിൽ നടപ്പിലാക്കിയിരുന്നത്. ബലാത്സംഗം, ലൈംഗിക പീഡനം എന്നിവയുൾപ്പെടെ ഇസ്രയേൽ സൈന്യം ഉപയോഗിച്ച അക്രമത്തിന്റെ രീതി യുദ്ധ കുറ്റകൃത്യവും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യവുമാണെന്ന് കമ്മീഷൻ പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. പാലസ്തീൻ ജനതയെ അസ്ഥിരപ്പെടുത്താനും അതുപോലെ ആധിപത്യം സ്ഥാപിക്കാനും അടിച്ചമർത്താനും നശിപ്പിക്കുവാനുമായി ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ഒരു യുദ്ധമാർഗമായി തന്നെ ഇസ്രയേൽ ഉപയോഗിക്കുന്നുണ്ടെന്നതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്ന കാര്യം. അധിനിവേശ പാലസ്തീൻ പ്രദേശത്തുടനീളം അവർ നടത്തിയ ലൈംഗിക ലിംഗാധിഷ്ഠിത കുറ്റകൃത്യങ്ങളുടെ വ്യാപനവും തീവ്രതയും കണക്കിലെടുത്തുകൊണ്ടാണ് തങ്ങൾ എത്തിയതെന്നും കമ്മീഷൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ബലാത്സംഗം ഉൾപ്പെടെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ നടത്താൻ ഇസ്രയേലിന്റെ സിവിലിയൻ സൈനിക നേതൃത്വം വ്യക്തമായ ഉത്തരവുകളോ പരോക്ഷമായ പ്രോത്സാഹനങ്ങളോ നൽകിയതായും UN അന്വേഷകർ ശക്തമായി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ UN അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിനെ ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു തള്ളി UN മനുഷ്യാവകാശ സമിതി നീണ്ട കാലമായി ഇസ്രയേലിനെതിരെ റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ കൂട്ടുനിൽക്കുകയാണെന്നാണ് നെതന്യാഹു ശക്തമായി കുറ്റപ്പെടുത്തുന്നത്.